കൊല്ലം ബ്രാഞ്ചിൽ ഇപ്പോഴും പ്രവർത്തകർ കുറവാണ്. അത് അവിടുത്തെ കാര്യം എനിക്ക് സാറിനോടൊന്ന് പറയാനുണ്ടായിരുന്നു സാർ. അവിടുത്തെ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവ് ആക്കണം അവിടുത്തെ കാര്യങ്ങൾ. ചങ്ങനാശ്ശേരി കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. അവർക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ പ്രവർത്തനത്തിൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. നമ്മുടെ പ്രവർത്തകരൊക്കെ വേറെ വിഷയമൊന്നുമില്ല. നമുക്ക് നമസ്കാരം. അയ്യോ നമസ്കാരം. 3 പേര് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലേ? നിങ്ങളെ 3 പേരെ ഒരുമിച്ച് കണ്ടതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഭാഗ്യവും ഞങ്ങളുടെ സന്തോഷവും. അതെ, തിരിച്ചും അങ്ങനെ തന്നെ. ഭാഗ്യമാണോ ദൗർഭാഗ്യമാണോ ഞങ്ങൾ പറയാം. ഞങ്ങള് ഈ ഒരു ചാരിറ്റി പ്രവർത്തകരാണ്. ഓ അയ്യോ സോറി, അറിഞ്ഞില്ല. എല്ലാരും സഹായിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ നടക്കുന്ന 3 പേരാണ് ഞങ്ങള്. അല്ല, നിങ്ങൾ എങ്ങനെയാ സഹായിക്കുന്നത്? എങ്ങനെ സാർ, ഞങ്ങള് 3 പേരും 3 മേഖലയിൽ ഉള്ളവരായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഈ സഹായിക്കാനുള്ള ഒരു ത്വരയുള്ളത് കാരണം ഞങ്ങൾ 3 പേരും കൂടെ ഒന്നിച്ച് നിന്ന് അങ്ങനെയൊക്കെ ഉണ്ട്. ഇദ്ദേഹമാണ് നമ്മുടെ ഒരു പ്രചോദനം എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് സാറ്. നന്മമര തൈകളാണ് ഞങ്ങൾ. നന്മ മരങ്ങൾ തൈകൾ അങ്ങനെ മരമായിട്ടില്ല, ഞങ്ങൾ തുടങ്ങിയതേ ഉള്ളൂ. തൈയാണ് വെച്ച് തുടങ്ങിയതേ ഉള്ളൂ. നമ്മൾ വന്ന കാര്യത്തിലുള്ള ഞങ്ങൾ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സഹായത്തിന്റെ ഭാഗമായിട്ട് എത്തിയതാണ് ഇവിടെ. ഞങ്ങളെ സഹായിക്കാനാണോ അതോ? അതെ, നമ്മുടെ സംഘടനയെ കുറിച്ച് പറയാം. ഞങ്ങളുടെ സംഘടന എന്ന് പറഞ്ഞാൽ ആൾക്കാരെ സഹായിക്കാൻ നടക്കുന്ന സംഘടന. അതിന്റെ നേതാവ് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ പ്രചോദനം ഉൾക്കൊണ്ടാണ് ഞങ്ങൾ കുറെ അണികൾ ഇതിന്റെ പിറകെ വന്നിരിക്കുന്നത്. നല്ല കാര്യം, നല്ല കാര്യം. എന്റെ അച്ഛനാണ് എന്നെ എനിക്കൊരു പ്രചോദനം ഉണ്ടായെന്ന് പറഞ്ഞാൽ എന്റെ അച്ഛനാണ്. അച്ഛൻ ഒരു സൈക്കിൾ യജ്ഞക്കാരനായിരുന്നു. എന്റെ ഒരു 15-12 വയസ്സായപ്പോഴത്തേക്കും അച്ഛൻ മരിച്ചുപോയി. ആ അച്ഛൻ സൈക്കിൾ യജ്ഞക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ സാഹസിക പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴി കുത്തിയിട്ട് അതിനകത്ത് 1/2 മണിക്കൂർ ഇരിക്കും. അച്ഛനെ കുഴിക്കകത്തിരുത്ത് മേൽഭാഗം മണ്ണിട്ട് മൂടും. 1/2 മണിക്കൂർ വരെ ശ്വാസം പിടിച്ച് അതിനകത്തിരിക്കും. അങ്ങനെ ഒരു ദിവസം ഈ ഷോ ഇങ്ങനെ നടക്കുകയാണ്. പക്ഷെ ഇങ്ങനെ അച്ഛനെ ഇങ്ങനെ കുഴിച്ചിട്ട് മണ്ണൊക്കെ ഇങ്ങനെ മൂടി ഇങ്ങനെ ഇത് നിൽക്കുന്ന സമയത്ത് ബാക്ക് സൈഡില് എന്തോ ഒരു ചെറിയ ബഹളം. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഏതോ ഒരു സ്ത്രീയെ ഏതോ ഒരുത്തൻ ഇങ്ങനെ തോണ്ടി എന്നും പറഞ്ഞ ഒരു വിഷയം നടക്കുകയാണ് അവിടെ. ആ വിഷയം പോലെ ഭയങ്കര അടിയായി. അപ്പൊ എല്ലാവരും ഓടിപ്പോയി അടി കാണാനായിട്ട്. എല്ലാവരും പോയി. ആ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും അങ്ങ് പോയി. ഞങ്ങൾ ഈ അടിയൊക്കെ കണ്ട് 1.5 മണിക്കൂറിന് ശേഷം ഞങ്ങൾ തിരിച്ചു വന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഒരാളില്ല ഞങ്ങളുടെ കൂടെ. അച്ഛനില്ല. അപ്പോഴാണ് അമ്മ പറഞ്ഞു, ഓടി എടാ അച്ഛൻ കുഴിക്കകത്താണ്, നീ ഓടിച്ചെന്ന് അത് തുറക്കടാന്ന്. ഞാൻ പറഞ്ഞു, അമ്മ ഇപ്പൊ എന്ത് മണ്ടത്തരാ അമ്മ പറയുന്നത്? ഇപ്പൊ 1.5 മണിക്കൂർ കഴിഞ്ഞില്ലേ? ഇനി അത് കുഴി എടുത്തിട്ട് വീണ്ടും കുഴിക്കകത്ത് മൂടണോ? അത് അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. ഇപ്പൊ എല്ലാ വർഷവും ഞങ്ങൾ അവിടെ പോയി ചന്ദനത്തിരിയും പൂവും വെച്ചിട്ട് പോരും. അതാണ്. നല്ല മോൻ. അങ്ങനെയാണ് ഈ സഹായത്തിന്റെ പരിപാടി നടത്തുന്നത്. ഞാൻ അവിടെയാണ് എന്റെ ചോദ്യം. അന്ന് എന്റെ അച്ഛനെ ഞാൻ ആ അടി കാണാൻ ഞങ്ങൾ പോയ സമയത്ത് ഏതെങ്കിലും ഒരുത്തന് അച്ഛനെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ അന്ന് അച്ഛൻ ജീവിച്ചിരിക്കില്ല. അതാണ് പോയിന്റ്. ആ മനോവേദനയിൽ നിന്നാണ് ഞാൻ ഇനി ഒരാൾക്കും ആ ഗതി ഉണ്ടാകരുത് എന്നുള്ള ചിന്തയുടെ പുറത്തു നിന്നാണ് എന്റെ മനുഷ്യനെ സഹായിക്കാനുള്ള എന്റെ ബുദ്ധിമണ്ഡലത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ആ പ്രക്രിയ. കുടുംബമൊക്കെ എങ്ങനെയാണ്? കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. അതിന് കാരണമുണ്ട്. എന്താണ്? എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. മുംതാസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയോട് എനിക്ക് പ്രണയം ഉണ്ടായിരുന്നു. അങ്ങനെ പ്രണയം ഞങ്ങൾ തമ്മിൽ ഭയങ്കര പ്രണയമായിരുന്നു. ഒരു ദിവസം ഞാനൊരു ഉമ്മ ചോദിച്ചു. ഉമ്മയും തന്നു, ബാപ്പയും തന്നു, അവരുടെ ബന്ധുക്കൾ മൊത്തം എനിക്ക് ശരിക്കും തന്നു. 7 ദിവസം ഞാൻ ICUലായിരുന്നു. ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം തരാൻ ഒരു സഹായത്തിന് ഒരു മനുഷ്യനില്ലായിരുന്നു. ആ ചിന്തയിൽ നിന്നാണ് എനിക്ക് ഇനി ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു ഗതി ഉണ്ടാകരുതെന്നുള്ള ചിന്തയിൽ നിന്നാണ് ഞാൻ ഈ സഹായ ഉമ്മ ചോദിച്ചിട്ട് ആശുപത്രി കിടക്കരുത്, ഇനി കിടക്കരുത്, ഒരു മനുഷ്യന് ഗതി ഉണ്ടാകരുത്. നിങ്ങളുടെ ആ പ്രേമത്തിന്റെ കഥ പറഞ്ഞപ്പോഴാണ് എന്റെ പ്രേമകഥ എനിക്ക് ഓർമ്മ വരുന്നത്. പറയൂ. എന്നെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു സാർ. വളരെയധികം ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒരു പെണ്ണുമായിട്ട് ആത്മാർത്ഥമായ പ്രണയമായിരുന്നു. ഞാൻ ആ പെണ്ണിന്റെ പുറകെ പോകുമ്പോൾ ഒരുത്തരം വന്ന് എന്ന് ശല്യം. ഞാൻ എല്ലാവരുടെയും കാര്യം പിടിച്ച് പറഞ്ഞു, ആരെങ്കിലും എന്നെ സഹായിക്കണം, എന്റെ പ്രണയത്തിന് കൂട്ടുവയ്ക്കണം. ഒരു മനുഷ്യൻ എന്നെ സഹായിക്കാൻ വന്നില്ല സാർ. അയാളുടെ ശല്യം എനിക്ക് സഹിക്കാം. അല്ല, പെൺകുട്ടിയുടെ സഹോദരനായിരുന്നോ അച്ഛൻ? അമ്മാവൻ? അയലോക്കാരനാണ്. ആരെങ്കിലും അയലോക്കാരെ? അല്ല, പിന്നെ ആരായിരുന്നു? അവളുടെ ഭർത്താവ്. അതുവല്ല കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ മോശമല്ലോ. കണ്ടവന്റെ ഭാര്യയാണോ പ്രണയിക്കാത്ത ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ പ്രണയിച്ചായിരുന്നെങ്കിൽ? അല്ല, അത് എനിക്ക് ആദ്യം ആരും പറഞ്ഞില്ല. ഒരു സഹായത്തിന് ഒരാൾ എന്നോട് പറഞ്ഞില്ല. ആരും പറഞ്ഞില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ വിവാഹം കഴിഞ്ഞ പെണ്ണുങ്ങളുടെ പുറകെ പോരുത്. അതുകൊണ്ട് വിവാഹം കഴിക്കാത്ത ഒരു പെണ്ണെ ഞാൻ പ്രേമിക്കാൻ പോയി. എന്നിട്ടും എന്റെ പ്രണയത്തിന് തടസ്സം നീക്കാൻ ഒരാൾ പേർ. അപ്പോഴും എന്നെ ആരും സഹായിക്കാൻ വന്നില്ല. അത് നിങ്ങളുടെ ബ്രദർ ആയിരിക്കും? അല്ല, പിന്നെ എന്റെ ഭാര്യ. സാറേ, എന്റെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാ സാറേ. എന്റെ ലൈഫ് ഇവരുടെ പോലൊക്കെ തന്നെയാണ്. എന്നെയും സഹായിക്കാനായിട്ട് ആരുമില്ല. എന്റെ ഭർത്താവ് ഇതുപോലെ സ്ത്രീ വിഷയവും കള്ളുകുടിയും ഒക്കെയാണ്. പക്ഷെ ഇയാളൊരു മോശക്കാരനാണ് എന്ന് പറഞ്ഞു തന്ന് സഹായിക്കാൻ
ആരും ഉണ്ടായിരുന്നില്ല. അത് കാരണം പിന്നെ ഞാൻ അയാളെ ഉപേക്ഷിച്ചിട്ട് മറ്റുള്ളവരെ സഹായിക്കാം, എന്റെ ജീവിതം അങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കാന്ന് വെച്ചിട്ട് ഇവരുടെ കൂടെ അങ്ങ് കൂടി. സാറേ, നിങ്ങളുടെ ഒരു സഹായത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. എന്തായിരുന്നു? ലാസർ എന്ന് പറയുന്ന ഒരു പ്രായ മനുഷ്യനുണ്ട്. ലാസർ ഇന്നോ നാളെയോ ഒന്നും പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ 3 പേരും പിന്നെ അറിയപ്പെടുന്ന ആൾക്കാരുണ്ടോ, കലാകാരന്മാരാണല്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒന്ന് കാണണം, നിങ്ങളോടൊരു 10 മിനിറ്റ് സംസാരിക്കണം. അതെ. അല്ല വന്നിട്ടുണ്ടോ? പുള്ളി വന്നിട്ടുണ്ടോ? ഇല്ല, പുള്ളി വന്നിട്ടില്ല. ഇന്നോ നാളെയോ ഒന്നും പറഞ്ഞിരിക്കുകയാണ്. അല്ല, അങ്ങനെ കിടക്കുന്ന ഒരാളെ നമുക്ക് അങ്ങോട്ട് പോയി കാണുന്നല്ലേ നല്ലത്. അതെ, അതല്ലേ അതിന്റെ ഒരു മര്യാദ. വന്നാ മാത്രം പോരാ, പുള്ളിക്ക് ഇക്കടെ പാട്ട് കേൾക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അത് വേണോ? പറയേണ്ട ഇന്നോ കാര്യം നാളെയോ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളെ നമ്മൾ വീണ്ടും വിഷമിപ്പിക്കണോ? അല്ലേക്ക ഒരാഗ്രഹവും ബാക്കി വെച്ചിട്ട് ബാക്കി വെക്കരുത്. അതെ നമ്മളെ അതെ അതല്ല, ഒരു പാട്ട് ഫുള്ളൊന്നും പാടില്ല, അങ്ങനെ 4 പാടി കൊടുത്താൽ മതി. പിന്നെ അത് മതി. സന്തോഷം. ലാസർ താനൊന്ന് വിളിച്ച് പറഞ്ഞുതരാത്. വലിയ സന്തോഷാവും. അതല്ലേ? നല്ല മനുഷ്യൻ. ഹലോ, ലാസറച്ച, അവര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, അങ്ങനെ ഇല്ലെന്ന് അവര് ഉറപ്പായിട്ട് വരാമെന്ന് പറഞ്ഞു. അച്ഛന് വിശ്വാസം ഇല്ലേ? അയ്യോ, അവര് വരാമെന്ന് ഉറപ്പ് പറഞ്ഞേക്കുക. വേണ്ട, എന്നിട്ടും വിശ്വസിക്കുന്നില്ല ഈ പുള്ളി. ഒരു കാര്യം ചെയ്യാം, അവർ വരാമെന്നുള്ള വീഡിയോ ക്ലിപ്പ് എടുത്ത് അയച്ചുതരാം. അപ്പൊ വിശ്വസിച്ചോളൂല്ലോ. ഓക്കെ. പാവം നിഷ്കളങ്കനാണ് കേട്ടോ, അതുകൊണ്ടാണ് പുള്ളിക്ക് അത് വിശ്വസിക്കാൻ പറ്റാത്തത്. ഇക്ക, നിങ്ങൾ വരുമെന്നുള്ള ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ നിങ്ങളൊന്ന് എടുത്തോട്ടെ. പുള്ളിക്ക് ഒരു വിശ്വാസം ഇല്ല, അതുകൊണ്ടാ. റെഡി? ഓക്കെ, റെഡി. ആക്ഷൻ പറഞ്ഞാരെങ്കിലും. സാറ് പറഞ്ഞോളൂ സാർ. ആര് വന്നില്ലെങ്കിലും ഞാൻ അവിടെ ഉണ്ടാവും. ഓക്കെ. നസീർക്കടെ റെഡിയാണോ? ആക്ഷൻ. നിങ്ങളെ കാണാനും നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കെടുക്കാനും ഞായറാഴ്ചയല്ലേ ഞാൻ ഉണ്ടാവും. അയ്യോ, സന്തോഷാവും കേട്ടോ അവർക്ക്. ഇനി ജാഫർക്ക റെഡി, ആക്ഷൻ. നിങ്ങളുടെ സന്തോഷം എന്റെ സന്തോഷം. ഈ ജാഫർ ഉറപ്പായിട്ട് വന്നിരിക്കും. ഓക്കെ, ഇത് പുള്ളിക്ക് സന്തോഷാവും. സത്യം. ഓക്കെ, എന്നാ ശരി, വളരെ സന്തോഷം. പിന്നെ നമുക്ക് വണ്ടിക്കൂലിയില്ല, അതിവിടെ പിന്നെ വണ്ടിക്കൂലിയായിട്ട് പോലും ഒന്നും തരാൻ കാണത്തില്ല. അല്ല, അത് കുഴപ്പമില്ല. അല്ല അശോക, അയാള് നമുക്കൊരു വണ്ടിയിൽ പോന്നേ. ഇവർക്കൊക്കെ സഹായിക്കാൻ മനസ്സുള്ള ആളുകളാണ്. ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിട്ടല്ലേ? അല്ല, ഇതിനോടകം തന്നെ ഇവരൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. അതെ, പബ്ലിസിറ്റി ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. അതിനെ പറ്റിയ ടെൻഷനല്ല. അതിന്റെ ഫുഡ് എക്സ്പെൻസും ട്രാവലിംഗ് എക്സ്പെൻസ് ഒക്കെ ഞങ്ങള് വളരെ പുണ്യം കിട്ടും. ശരി, സന്തോഷം. ശരി സാർ, അപ്പൊ കാണാം. ശരി. അല്ല, എന്നാണ് എവിടെയാണെന്ന് ഞായറാഴ്ച 3 മണിയാകുമ്പോ എത്തിയാ മതി. വൈകിട്ട് 6 മണിക്ക്. അല്ല, ഞങ്ങള് 3 പേര് ഒരു വണ്ടിക്ക് വന്നാൽ പോരെ? മതി. അൽ നാസർ ലെഷർലാൻഡ്, ദുബായ്. ദുബായിലാ? അൽ നാസറിലോ? അതെ, ഞായറാഴ്ച? ഒരു 3 മണിയാകുമ്പോ എത്തിയാ, ഊണ കഴിച്ചിട്ട് എത്തിയാ മതി. അല്ലല്ല, നിങ്ങൾ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിട്ട് ഒരാള് മരിക്കാൻ കിടക്കുന്ന ആളെ കുറിച്ചിട്ടല്ലേ പറഞ്ഞത്? അതുകൊണ്ടല്ലേ ഞങ്ങൾ വരാന്ന് പറഞ്ഞത്. മരിക്കാൻ കിടക്കുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പിന്നെ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞത്? ഇന്നോ നാളെ പോകുന്ന മനുഷ്യനാണ് ഞങ്ങൾ പറഞ്ഞു. നാളെ അയാൾ അമേരിക്കയിൽ പോവാണ്. അപ്പൊ ഇന്നോ നാളെ കഴിഞ്ഞിട്ട് അയാൾ അമേരിക്കക്കാണ് പോണത്. നമ്മുടെ ഈ പരിപാടിയുടെ സ്പോൺസർ ലാസർ എന്ന് പറയുന്നത് അമേരിക്കയിലെ വലിയ ബിസിനസ്സുകാരനാണ്. പുള്ളി ഇന്നോ നാളെ അങ്ങ് പോവുകയാണ്. അതിന് മുമ്പ് നമ്മുടെ എഗ്രിമെന്റ് ഇവിടെ കൊടുക്കണം. എടാ, ഇത് ഭയങ്കര ചീറ്റിംഗ് ആണ്. ഇത് ഞങ്ങൾ വരില്ല. ഇത് വരാൻ പറ്റില്ല. നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങൾ വരാമെന്ന് സമ്മതിച്ചുകൊണ്ടുള്ള വീഡിയോ ക്ലിപ്പ് ഞങ്ങളുടെ എവിടെ വീഡിയോ? അത് ടിവിയിൽ പോയി തുടങ്ങി പരസ്യം. പരസ്യം പോയി കാണട്ടെ, കണ്ടിട്ട് പറയാം. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പരസ്യം. അതൊന്ന് കാണിച്ചു കൊടുക്കാം. തന്നെ തീരും. കഴിഞ്ഞ വർഷത്തെ സൂപ്പർ ഹിറ്റായ ചക്ക ഫെസ്റ്റിന് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇക്ക ഫെസ്റ്റ്. മലയാള മിമിക്രി വേദിയിലെ പകരം വയ്ക്കാനില്ലാത്ത കലാകാരൻ കോട്ടയം നസീർ അവതരിപ്പിക്കുന്ന വൺ മാൻ ഷോ. നിങ്ങളെ കാണാനും നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാനും ഞായറാഴ്ചയല്ലേ ഞാൻ ഉണ്ടാവും. അയ്യോ, പ്രശസ്ത മിമിക്രി താരവും സിനിമാ താരവുമായ ശ്രീ ജാഫർ ഇടുക്കി നയിക്കുന്ന കിടിക്കാച്ചി മിമിക് ഷോ. നിങ്ങളുടെ സന്തോഷം എന്റെ സന്തോഷം. ജാഫർ ഉറപ്പായിട്ട് വന്നിരിക്കും. മിമിക്രി വേദിയുടെ മുടിചൂടാ മന്നൻ സിനിമാ സംവിധായകൻ നാദിർ ഷാ അവതരിപ്പിക്കുന്ന സൂപ്പർ ഹിറ്റ് ഗാനമേള. ആരും ഒന്നില്ലെങ്കിലും ഞാൻ അവിടെ ഉണ്ടാവും. ഇവ ചേർത്തുകൊണ്ട് ഞങ്ങൾ അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്നു ഇക്ക ഫെസ്റ്റ്. നിങ്ങളുടെ പ്രിയപ്പെട്ട നാദിക്ക, നസീർക്ക,
ജാഫർക്ക ഒരേ വേദിയിൽ ഇതാ ആദ്യമായി ഇക്ക ഫെസ്റ്റ്. സീറ്റ് ഒന്നിന് വെറും 50,000 രൂപ മാത്രം. ഇന്ന് തന്നെ ബുക്ക് ചെയ്യുക. ഇക്ക ഫെസ്റ്റ്. സന്തോഷമായല്ലോ. എന്ത് വൃത്തിയായിട്ട പേരിടോ? ഇക്ക ഫെസ്റ്റോ? അതെ, നിങ്ങൾ 3 പേര് വരുന്നുണ്ട്. ഇതിന് നല്ല ചക്ക ഫെസ്റ്റ് ആയിരുന്നു. അതെ, ചക്ക ഫെസ്റ്റ് സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അതിനൊക്കെ നന്നാക്കണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതിനേക്കാളും മേളി വരണം നമ്മൾ. അതെ കേട്ടോ. അല്ല ഇത് വരാൻ പറ്റുന്നില്ല. ഇത് എന്താ കാര്യം? ഇത് ഞങ്ങൾ അഡ്വക്കേറ്റിനെ അല്ല ഇല്ല ഇത് ചീറ്റിംഗ് ആണ്. ഇത് നമ്മള് അഡ്വക്കേറ്റിന്റെ അടുത്ത് വിളിച്ച് സംസാരിക്കണം. ഹലോ, അഡ്വക്കേറ്റിനെ വിളിച്ചാൽ നിങ്ങൾക്ക് തന്നെ ചെലവ് കൂടും. അയാളുടെ ടിക്കറ്റ് നിങ്ങൾ നിങ്ങൾ തന്നെ എടുക്കേണ്ടി വരും. എന്തെടുക്കേണ്ടി വരുന്നു? അഡ്വക്കേറ്റിനെ കൂടെ വിളിച്ചു വരുത്താണെന്ന്. അതല്ലെന്നേ, വേറെ പുള്ളി എന്താ പ്ലാനിങ് ആണ്. നമ്മുടെ നിയമപരമായിട്ട് കൊടുക്കാനുള്ള പ്ലാനിങ്. എന്തിനു നമ്മുടെ തെളിവില്ലിരിക്കും. അതെ, നമ്മള് തെളിവ് നമ്മൾ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചതിന് തെളിവില്ല, പക്ഷെ നിങ്ങൾ നമ്മളോട് ഇങ്ങനെ പറഞ്ഞതിന് തെളിവുണ്ട്. തെളിവുണ്ടല്ലോ, ഡിജിറ്റൽ അല്ല, തെളിവ്. നിങ്ങൾ വണ്ടിക്കൂലി തരില്ല, ഫുഡ് തരില്ല, ബാക്കി അക്കോമഡേഷൻ തരില്ല, ഒന്നും തരില്ല. ഞങ്ങളുടെ ചെലവിന് ഞങ്ങൾ അവിടെ വന്നിട്ട് നിങ്ങളത് ഇന്നോ നാളെയോ സമ്മതിച്ചല്ലോ. പോകുന്ന പറഞ്ഞാൽ അസുഖക്കാരനാന്ന് കരുതിട്ട് സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അല്ല നിങ്ങൾ ആക്ച്വലി നിങ്ങൾ ഞങ്ങളെ പറ്റിക്കല്ലായിരുന്നോ? അല്ല, സത്യത്തില് ഞങ്ങൾ നിങ്ങളെ പറ്റിച്ചതാണ്. പക്ഷെ അതിന് തെളിവില്ലല്ലോ, നാട്ടുകാർക്ക് അറിഞ്ഞൂടല്ലോ. പിന്നാമ്പുറത്ത് നടന്നത് ഇങ്ങനെയാണെന്ന് നാട്ടുകാർക്ക് അറിയില്ല. നിങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒത്തുതീർപ്പായി തരാം. എന്തെങ്കിലും ഇച്ചിരി ചില്ലറ തന്നാൽ നമ്മൾ അങ്ങ് പോകാം. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങൾ എല്ലാരെയും സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ. ശരി. നിങ്ങളുടെ നാട്ടുകാരെ അറിയും. എന്നാല് മക്കളെ, ഞങ്ങള് ഇത്രയും വർഷം കൊണ്ട് ഈ പണി തുടങ്ങിയിട്ട് കുറെ കൊല്ലമായില്ലേ? അതെ. അപ്പോ നിങ്ങളെ ഞങ്ങളെ പറ്റിക്കാൻ നോക്കിയാൽ നിങ്ങളുടെ ഉപ്പാപ്പാനെ പറ്റിച്ച പൈസ ഞങ്ങളുടെ കയ്യിൽ. സിനിമ ഡയലോഗ്. ഒന്നുമില്ല ഇതൊന്ന് കാണ്. പിന്നെ ഒരു സാധനം ഞാൻ പ്ലേ ചെയ്ത് തരാം. സത്യത്തില് ഞങ്ങൾ നിങ്ങളെ പറ്റിച്ചതാണ്. പക്ഷെ അതിന് തെളിവില്ലല്ലോ, നാട്ടുകാർക്ക് അറിഞ്ഞൂടല്ലോ. ചങ്ങനാശ്ശേരി, കോട്ടയം, തിരുവല്ലയൊക്കെ എന്തായി? പിന്നാമ്പുറത്ത് നടന്നത് ഇങ്ങനെയാണെന്ന് നാട്ടുകാർക്ക് അറിയില്ല. നിങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒത്തുതീർപ്പായി തരാം. എന്തെങ്കിലും ഇച്ചിരി ചില്ലറ തന്നാൽ നമ്മൾ അങ്ങ് പോകാം. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങൾ എല്ലാരെയും സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ. നമ്മളൊരു തമാശ കാണിക്കും, നിങ്ങൾ അതെങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കണ്ട കാര്യം. ഞങ്ങൾ ഒരു തമാശ കാണിച്ചതാ. നിങ്ങൾ സീരിയസ് ആയി. ഈ വീഡിയോ പുറത്തു പോട്ടെ, ഇന്നോ നാളെയോ മറ്റന്നാളോ ആയിട്ട് ഒരു തീരുമാനം ഉണ്ടാവും ഈ തൈകളുടെ കാര്യത്തിൽ. അയ്യോ പോകാം. ഇനി മേലിൽ നിങ്ങളെ കൊണ്ട് വേറെ ആൾക്കും ഒരു ശല്യം ഇല്ലാതെ നിങ്ങൾ മറ്റുള്ളവരെ ചീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ വീഡിയോ പുറത്തു. ഇല്ല, ജനസേവനം വേണ്ട ഇനി. ഞങ്ങൾ നിങ്ങളെ ഒന്ന് രസിപ്പിക്കാൻ വേണ്ടി ചുമ്മാ ഒരു നമ്പർ ഇറക്കിയെന്നുള്ളൂ. ഞങ്ങളുടെ ലക്ഷ്യം സേവനം തന്നെ. ഓക്കെ, നടക്കട്ടെ. ചുമ്മാലാട്ട പുള്ളി സിനിമ സംവിധാനമായത്. ഇത് വല്ല കാര്യം ഉണ്ടായിരുന്നു ഇതിന്റെ.